ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ജാതിക്ക വെച്ചിട്ടാണ്, ജാതിക്കയുടെ തൊണ്ടില്ല അത് വെച്ചിട്ടാണ് ഈ അച്ചാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ജാതിക്കയുടെ തൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒടിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ജാതിക്കയുടെ തൊണ്ട് നേരത്തെ ഉപ്പിലിട്ട് വെച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി, ഇത് വെള്ളമെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഈ പുറത്തെ തൊലി ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലാക്കി വെക്കാം. നമുക്ക് ഈ ജാതിക്ക മുഴുവൻ ഒരു കുപ്പിയിൽ ഇട്ട് കൊടുക്കാം. ഒരു ലെയർ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കയുടെ തൊണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയർ കുറച്ചൊരു ഉപ്പും ചേർത്ത് അതുപോലെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ജാതിക്കയ്ക്ക് കുറച്ചൊരു പുളിയുണ്ട്, വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അച്ചാറൊന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അച്ചാർ. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു, അതുകൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. മേളിലും അല്പം ഉപ്പൂടെ തൂവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് മൂടി നിൽക്കുന്ന പാകത്തിന് വേണം വെള്ളം ഒഴിക്കാൻ. തിളപ്പിച്ചറിയ വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഞാൻ വെള്ളം അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് വെള്ളം വിനാഗിരി കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇത് അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് എപ്പോഴാണോ അച്ചാർ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അന്നേരം എടുത്തിട്ട് അച്ചാർ ഇട്ടാലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്ത് നോക്കാം. അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യമേ ഇതിത്തെ ഈ വെള്ളവും ജാതിക്കയും വേറെ വേറെ ആക്കുന്നുണ്ട്. ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വേറെ കിട്ടും. വെള്ളം കളയരുത്, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതുപോലെ ചെയ്തിട്ട് ഈ വെള്ളം അങ്ങ് എടുക്കാം. ജാതിക്ക കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളവും ജാതിക്കയും കൂടെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുക്കുന്ന പൊടികൾ ഈ വെള്ളത്തിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ എണ്ണയിലേക്കാണല്ലോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഈ വെള്ളത്തിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഈ വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നല്ലെണ്ണ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം. അപ്പോൾ ഈ ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരല്പം കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ മൂത്ത് ബ്രൗൺ നിറമൊന്നും ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ച ഇതൊക്കെ ഒന്ന് പോയി അങ്ങനെ ഒന്ന് വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് കണ്ടാൽ അറിയപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. നല്ലപോലെ തിളച്ച് കഴിയുമ്പം ഒന്നങ്ങ് തിക്കായി വരും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ചപ്പം നല്ല പോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജാതിക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജാതിക്ക ചേർത്ത് കൊടുക്കാം.
ജാതിക്ക ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ജാതിക്കയും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ തിളച്ച് വരണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ജാതിക്ക ഉപ്പിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ, കടുക്, അതുപോലെ കായം, ഇത് മൂന്നും വറുത്തെടുത്തതാണ്. ഞാൻ അങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് മൂന്നും കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നും സമം എടുത്ത് വറുത്ത് കുപ്പിയിലാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് എടുത്ത് ചേർത്താൽ മതി. ഞാൻ അതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചൊക്കെ കുറുകി വന്നു. നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജാതിക്ക ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.